ടോപ്പ് ആൻഡ് ടേസ്റ്റിൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എൻ്റെ പുതിയ കുക്കിംഗ് ചാനലും ഫസ്റ്റ് കുക്കിംഗ് വീഡിയോയുമാണ്. സോ എല്ലാവരും മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഈവനിങ് സ്നാക്സായ പൊക്കുവടയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടും. ഇതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: ഒരു സവാള, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കറിവേപ്പില. സവാള, പച്ചമുളക്, കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. കറിവേപ്പില കുറച്ച് കൂടുതൽ എടുക്കുന്നതിന് കുഴപ്പമില്ല. അതിനുശേഷം സവാളയും പച്ചമുളകും ഇഞ്ചിയും ചെറുതായി ഒന്ന് അരിഞ്ഞ് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കുക. തീർച്ചയായും ഈ ഒരു വിഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് മൈദാമാവും, അതേ കപ്പിൽ 1 കപ്പ് കടലമാവും ചേർത്ത് അതിലേക്ക് ഒരു 4 സ്പൂൺ അരച്ച ദോശമാവ് അതിലേക്ക് ചേർത്ത്, പുളിച്ച ദോശമാവായാലും കുഴപ്പമില്ല, അതിലേക്ക് ചേർത്ത് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും, പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂൺ കായപ്പൊടി അതും കൂടെ ചേർത്ത് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്നതായ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയും ചേർത്ത് ഇളക്കണം. നന്നായി മിക്സ് ചെയ്യുക. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് നമുക്കിതിനെ ലൂസാക്കി എടുക്കണം. വെള്ളം ചേർക്കുമ്പോൾ ഞാൻ അളവ് കപ്പിൽ മാവെടുത്ത അതേ കപ്പിൽ തന്നെയാണ് വെള്ളം എടുത്തിരിക്കുന്നത്. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചു, പിന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മളിതിനെ മിക്സ് ചെയ്യണം. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇളക്കുമ്പോൾ തീരെ ലൂസായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ആവശ്യമായ വെള്ളം ആദ്യം നമ്മൾ കുറേശ്ശെ വെള്ളം മാത്രമേ ഇത് ചേർക്കാൻ പാടുള്ളൂ. തീരെ ലൂസാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ കട്ടിയായതുകൊണ്ട് കുറച്ചുകൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഞാൻ വീണ്ടും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നോക്കുക. ഒരല്പം കൂടെ വെള്ളം വേണ്ടി വരും. ഈ രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കുക. ഇതിപ്പോൾ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഒരു 1/2 കപ്പ് വെള്ളം കൂടെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. ഒന്നുകൂടി ശ്രദ്ധിക്കുക, തീരെ ലൂസാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്കിതിനെ മിക്സ് ചെയ്ത് എടുക്കണം. നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കണം. 1 സ്പൂൺ ഉപ്പ് ഇതിലോട്ട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. അതോടൊപ്പം തന്നെ അവസാനമായി ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി. ഇത് മാവൊന്ന് പൊങ്ങി വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായി ഒന്ന് എല്ലാ ഭാഗത്തും മിക്സ് ചെയ്ത് വരത്തക്ക വണ്ണം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇളക്കി ഒരു 10 മിനിറ്റ് ഇത് നമുക്ക് മാറ്റി വയ്ക്കണം. അതിനുശേഷം മാത്രം നമുക്കിതിനെ എണ്ണയിൽ ഒഴിച്ച് നമുക്ക്
വറുത്തെടുക്കാവുന്നതാണ്. ചൂടായതിനു ശേഷം തീ ഒരു മീഡിയത്തിലേക്ക് ഇട്ട് ഈ സ്പൂണിൽ ഈ ഒരു അളവിൽ മാവ് കോരി ഒഴിക്കണം. ഇങ്ങനെ ഒഴിക്കണം. നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ ചെറുതായൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ ഇതിനെ നമുക്ക് മറിച്ചിടാം. നല്ല ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. അടുത്ത രണ്ടാമത്തെ സ്റ്റെപ്പ് കോരി ഒഴിക്കാം. രണ്ടാമത്തതും ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അങ്ങനെ പൊക്കുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊക്കുവടയോടൊപ്പം കട്ടൻ ചായയും പൊക്കുവടയും കഴിക്കാവുന്നതാണ്. ഇന്നത്തെ ഈവനിങ് സ്നാക്സായ പൊക്കുവട ഇവിടെ തയ്യാറായിട്ടുണ്ട്. പൊക്കുവടയ്ക്ക് നല്ല കോമ്പിനേഷൻ കട്ടൻ ചായയാണ്. ഞങ്ങൾ കട്ടൻ ചായ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളും ഇത് തയ്യാറാക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതോടൊപ്പമുള്ള ബെൽ ഐക്കൺ അമർത്തുമ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക് യു.